പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന് വടികൊണ്ട് പുറത്തും തലയ്ക്കും ക്രൂരമായി മർദ്ദനമേറ്റിരുന്നതായി റിമാൻഡ് റിപ്പോർട്ട്. പരിശോധനയിൽ രാംനാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ കണ്ടെത്തി. ആൾക്കൂട്ട കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ് CPM. പ്രതികളുടെ പഴയ കേസുകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. DYSPയുടെ ചുമതലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കേസിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ്. സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് കേസിൻ്റെ. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏറെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാംനാരായണൻ എന്ന നിസ്സഹായനായ മനുഷ്യനെ ആൾക്കൂട്ടം മോഷണക്കുറ്റം ആരോപിച്ച് സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഒരു കാഴ്ച. പക്ഷെ അതിനുശേഷം പോലീസിൻ്റെ കണ്ടെത്തലുകൾ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകലം ക്രൂരമായി രാംനാരായണന് മർദ്ദനമേറ്റിരുന്നെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്ന വിവരമുണ്ട്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയതായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഈ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. RSSുമായി BJPയുമായി ബന്ധമുള്ളവരാണ്, BJP അനുഭാവികളാണ് പ്രതികളിൽ 4 പേരെന്ന് CPM ആരോപണം ഉന്നയിക്കുന്നു. ഇവരുടെ പഴയ കേസുകൾ പോലീസ് പരിശോധിക്കുന്നു. ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു. എന്താണിപ്പോൾ ഈ കേസിൽ, ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ സംഭവിക്കുന്നത്? പ്രതികളിൽ 4 പേർ, അതായത് 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 4 പേർ BJP അനുഭാവികളാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതേസമയം 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകരുമാണ്. ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകിയവർ ആരെങ്കിലും ഒരാൾ വേണ്ടിയിരുന്നില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അങ്ങനെയാണ് ഇത്രയും ക്രൂരമായി, അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരിടത്ത് പോലും 1 ഇഞ്ച് പോലും ഉണ്ടായിരുന്നില്ല മുറിവേൽക്കാൻ എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, തലച്ചോറിലും ശരീരത്തും പുറത്തും നെഞ്ചിലുമൊക്കെ ഈ മർദ്ദനത്തിന്റെ പാടുകളായിരുന്നു. ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം ഏറ്റ ശരീരം താൻ അടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നതും അങ്ങനെയാണ്. അത് മാത്രമല്ല, ഈ നമ്മളാണ് പ്രബുദ്ധർ എന്ന് സ്വയം ഉദ്ഘോഷിക്കുന്നതെന്നും അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം, ആൾക്കൂട്ട കൊലപാതകം എന്നതിനെ വെക്കാമെങ്കിലും അത് ഈ കേരളത്തിലേക്ക് ജോലി തേടി വന്ന ഒരു അതിഥി തൊഴിലാളിയെ മോഷണം ആരോപിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. CCTV അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തായതുമായി ബന്ധപ്പെട്ട് അത് പോലീസ് പരിശോധിച്ച് വരികയാണ്. സ്ത്രീകൾക്കെതിരെയും നടപടികൾ ഉണ്ടാകും. പക്ഷെ പലരും നാട് വിട്ടതായിട്ടാണ് അറിയുന്നത്. ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആദ്യത്തെ 5 പേരും പലരും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്ന് തന്നെയാണ്. ഇതിൽ 1ാമത്തെ പ്രതി അനുവിന്റെ പേരിൽ കസബ സ്റ്റേഷനിലും വാളയാർ സ്റ്റേഷനിലും നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികൾ ഇതിനുണ്ടാകുമോ, കൂടുതൽ വകുപ്പുകൾ വേണ്ടിവരുമോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തുന്നുണ്ട്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തും. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചിട്ടാണ് രാംനാരായണനെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. കൊലപാതകം എന്ന് പറയുമ്പോഴും ആൾക്കൂട്ട കൊലപാതകം എന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവരുടെ രാഷ്ട്രീയം പരിശോധിക്കുന്നില്ല. ആൾക്കൂട്ട കൊലപാതകം എന്നാണ് കേസ് എടുത്തിട്ടുള്ളതെന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. BJP അനുഭാവികളാണ് ഇതിൽ പ്രതികളിൽ അറസ്റ്റിലായിട്ടുള്ള 5 പേരിൽ
പ്രതികളിൽ 4 പേർ, ഒരാൾ CIT പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ രാഷ്ട്രീയ ഇടപെടൽ കൂടി ചർച്ചയാകുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി MB രാജേഷും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ളിലുള്ളത് RSS രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശികളെന്ന് ആരോപിച്ച് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ആക്രമിക്കുന്ന പ്രവണത BJP രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ് എന്ന് തന്നെയാണ് സർക്കാരും CPM ആരോപിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം 4ാം പ്രതി CIT പ്രവർത്തകനാണെന്നും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. കാരണം ഈ രാംനാരായണന്റെ ജാതി ഏതാണ് എന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. അത് SC/ST വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ ദളിത് അട്രോസിറ്റി ആക്ട് കൂടി ഇതിനകത്ത് ചുമത്തപ്പെടേണ്ടി വരും. എന്തായാലും ഒരു അതിഥി തൊഴിലാളിയെ കേരളത്തിലേക്ക് വന്ന ജോലി തേടി വന്ന ഒരു അതിഥി തൊഴിലാളിയെ മോഷണക്കുറ്റം ആരോപിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ അയാളുടെ നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും മുൻപും ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകിയ നാടാണ് കേരളം. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഒരാൾ പോലും അത് വേണ്ടാന്ന് പറഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമാണെന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതേഷ് ശങ്കറും ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വലിയ, അതായത് കേരളത്തിന്റെ മനസാക്ഷിക്ക് സൂചിപ്പിച്ചതുപോലെ അട്ടപ്പാടിയിലെ മധുവിന്റെ ഓർമ്മകളുണ്ട്. മധുവിനെ പോലെ നിരവധി പേരെ ഈ കേരളത്തിൽ തന്നെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് രാംനാരായണൻ എന്ന ഇതര സംസ്ഥാനക്കാരൻ. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു മനോനില അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം വൈകൃതമാണ് എന്ന് വ്യക്തമാകുന്നതാണ്. ഇവിടെ ഒരാൾ പോലും ഇതിന് തടഞ്ഞില്ല. ക്രൂരമായി മർദ്ദിക്കുന്നു, മോഷണക്കുറ്റം ആരോപിക്കുന്നു, ബംഗ്ലാദേശിയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു, ഒടുവിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം. ഈ വിഷയത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ? പോലീസ് നിലവിൽ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? കൂടുതൽ അന്വേഷണം പോലീസ് ഈ കാര്യത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ടോം അറിയുന്നത്. കാരണം ഈ മർദ്ദനം നടന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. അതിൽ പലരും നാട് വിട്ടു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ വ്യക്തമാണ് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ രാംനാരായൺ ബഘേലിനെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർ അതിലെ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി സ്പെഷ്യൽ ബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇത് ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നുള്ള തരത്തിലും അതല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ, കേരളത്തിലേക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും അവരെ ഈ ഒറ്റപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം RSSനുണ്ട് അല്ലെങ്കിൽ BJPക്കുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ്. ആ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ CPMഉം എന്നുള്ള കാര്യവുമാണ് MB രാജേഷിന്റെയും MV ഗോവിന്ദന്റെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം 4ാം പ്രതി CIT പ്രവർത്തകരുമാണ്. ആനന്ദൻ എന്ന ആളാണ് 4ാമത്തെ പ്രതി. 1 മുതൽ 1, 2, 3 അതുപോലെ 5 ഈ പ്രതികളൊക്കെയാണ് RSS BJP പ്രവർത്തകർ, BJP അനുഭാവികളെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതികൾ 5 പേരാണ് നിലവിൽ അറസ്റ്റിലുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമുണ്ട്. ബാക്കിയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് വരുന്നുണ്ട്. കാരണം അതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ അയാളെ ആക്രമിച്ചിട്ടുണ്ട്. നിരവധി നേരത്തെ ഈ കുടുംബം, രാംനാരായണന്റെ കുടുംബം മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം എന്താണ്? കാരണം മന്ത്രിതലത്തിൽ ചില ചർച്ചകളൊക്കെ കുടുംബാംഗങ്ങളുമായി നടത്തിയിരുന്നു. അതിനുശേഷം ചില ഒത്തുതീർപ്പ് ഉണ്ടായി. കുടുംബം മൃതദേഹം ഏറ്റെടുക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലുള്ളൊരു ഉറപ്പുകളാണ് ആ കുടുംബത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത്? ടോം, 10 ലക്ഷം രൂപ സർക്കാർ നൽകാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതേസമയം 10 ലക്ഷം രൂപ പോരാ, 25 ലക്ഷം രൂപ തരാതെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു രാംനാരായൺ ബഘേലിന്റെ കുടുംബം പറഞ്ഞിരുന്നത്. അങ്ങനെ ആ കടുംപിടുത്തത്തിൽ തന്നെ അവർ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജന്റെ ഒരു ഇടപെടലിൽ രാജൻ ഇതുമായി ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുകയും
ചർച്ച നടത്തിയ ശേഷം ഈ ഒരു ഒത്തുതീർപ്പിൽ എത്തുകയും ചെയ്തത്. മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതേസമയം മന്ത്രിസഭാ തീരുമാനം പിന്നീട് അറിയിക്കാം, അതായത് സഹാധനം എത്രയാണ് എന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം പിന്നീട് അറിയിക്കാം എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. കെ രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് കുടുംബാംഗങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങാമെന്ന് സമ്മതം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 25 ലക്ഷം രൂപ സഹായധനം വേണമെന്ന് തന്നെയാണ് രാം നാരായണന്റെ കുടുംബത്തിന്റെ ആവശ്യം. അങ്ങനെ തന്നെയാണ് ആ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് അവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാട് സർക്കാരിനെ അറിയിച്ചത്. അതിനുശേഷമാണ് സർക്കാർ തലത്തിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതും. സഹായധനം എത്രയെന്നുള്ള കാര്യം മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.